ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും കേട്ടില്ലേ. പണ്ട് കാസർഗോഡ് ടൗണില് മലഞ്ചരക്ക് വ്യാപാരികളായിട്ട് രണ്ടാളുണ്ടായിനി. ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ മുസ്ലിമാണ്. രണ്ടാളും നല്ല ഭക്തന്മാരുമാണ്. അയാളുടെ മതത്തിൽ നല്ല ഭക്തനാണ്, ഇയാൾ ഇസ്ലാമിലും നല്ല ഭക്തനാണ്. പക്ഷെ ഈ ആചാര്യക്ക് എന്തില്ല, കുട്ടികളില്ല. അങ്ങനെ ഇയാൾ ചെയ്യാത്ത ഒരു ചികിത്സയില്ല, ചെയ്യാത്തൊരു നേർച്ചയും വഴിപാടും അതുമില്ല. എല്ലാം ചെയ്ത് മൂല്യന്മാരും തങ്ങന്മാരും അല്ലാത്തവരും പറയണ എല്ലാം. അവസാനം ഇയാള് ഹജ്ജിന് വന്ന് അങ്ങനെ കഅബ ശരീഫിൽ വന്നും മദീനത്ത് റൗദ ശരീഫിൽ ചെന്നും ഒക്കെ ദ്വാരുന്ന ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിരാശ മാത്രം ഫലം ഉണ്ടായില്ല. അയാളെങ്കിൽ വലിയ പൈസക്കാരനാണ്, മലഞ്ചരക്ക് വ്യാപാരിയാണ്, വലിയ പൈസക്കാരനാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റേ ആള് പറഞ്ഞു, ഷെയറുകാരൻ, രണ്ടാളും ഷെയറുകാരൻ ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നവരാ. മറ്റേ ആള് പറഞ്ഞു, ആജിക്ക ഞാനിനി ഒരു പരീക്ഷണം പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ആവുന്നതൊക്കെ നിങ്ങൾ ചെയ്തല്ലോ. ഞാൻ കൊല്ലത്തില് മലക്ക് പോകാറുണ്ട്. മലായിക്കത്തല്ല കേട്ടോ, മലക്ക് മലക്ക് സഫാന്ന് പണ്ട് ഫോറസ്റ്റ് ലേലം വിളിച്ചെടുത്തോ പണ്ട് അട്ടയോണ്ട് പോകാൻ വയ്യാഞ്ഞിട്ട് ആരും പണിക്ക് വിളിച്ചിട്ട് പോണില്ല. അതില് ഇയാള് പറഞ്ഞു, ഇയാള് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല, അർത്ഥമൊന്നും പറയാതെ തന്നെ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു കേട്ടില്ല ജനങ്ങൾ, നിങ്ങൾ എന്തായി നോക്കിക്കണ്, വൽ മലക്ക് സഫാന്നാ അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ പിന്നെ അത് അള്ളാഹ് പറഞ്ഞു തന്നെയായിരിക്കും മലക്ക് പോകാനെന്നുള്ള എനിക്ക് അങ്ങനത്തെ അല്ല, ഇത് മലക്കന് ശബരിമലക്ക് നഞ്ഞ് മുഴുവൻ പറയാം. പിന്നെ മലായിക്കത്ത് നിന്നിട്ട് ഞാനെങ്കിലും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഞാൻ ശബരിമലക്ക് പോകുന്ന ആളാണ്. നിങ്ങൾ അവിടെ മുകളിൽ ഉണ്ടല്ലോ, എന്തതിന് പറയാ, 18-ാം പടിക്കൽ അവിടെ രണ്ട് സന്നിധാനത്തിലേക്ക് ഒരു വഴിപാട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേർച്ചയാക്കി. ഞാൻ ഈ പ്രാവശ്യം പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കുട്ടികളുണ്ടാവാൻ നോക്കി, ഒരു പരീക്ഷണല്ലേ. അങ്ങനെ എല്ലാ വാതിലും മുട്ടി കായപ്പം വരെ എത്തിയിട്ടും ഒരു പിടുത്തം കിട്ടാത്ത ആളാണ് ഞാൻ. അതിന്റെ മേലെ പോടല് എന്നാ നോക്കുക എന്നുള്ള ആൾക്ക് എന്നാ അങ്ങനെ കോട്ടെ അറിഞ്ഞു. അങ്ങനെ ഇയാള് അവിടത്തേക്ക് സന്നിധാനത്തേക്ക് ഒരു നേർച്ച നേർന്നു. അപ്പൊ തന്നെ മുശ്രിക്കായിട്ടോ, അത് വേറെ വിഷയം. സന്നിധാനത്തേക്ക് നേർച്ച നേർന്നു. ഇയാള് പോയി അവിടുന്ന് പ്രാർത്ഥനയും ചെയ്തു. സ്വാമി മറ്റേ മലയാളി. അല്ലാഹു തആലയുടെ പരീക്ഷണം. ആ വർഷം അയാളുടെ ഭാര്യ ഗർഭിണിയായി, അയാൾക്കൊരു കുട്ടി ജനിച്ചു. നമ്മളെന്താ പറയാ, ഇതുണ്ടായ അനുഭവ. കഅബ ശരീഫിലും റൗദ ശരീഫിലും ഉൾപ്പെടെ പ്രാർത്ഥിച്ചിട്ട് കുട്ടിയുണ്ടാകാത്ത മനുഷ്യൻ സന്നിധാനത്തിലേക്ക് നേർച്ചയാക്കുകയും അവിടെ വെച്ചിട്ട് ഒരു സ്വാമി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഇയാൾക്ക് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ അള്ളാഹിനാട്ടിലും സ്വാമിക്കാണെന്ന അയ്യപ്പനെന്ന? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണാണ്. നിങ്ങൾ എവിടെയാ ഉറച്ചിക്കുക? നിങ്ങൾക്ക് വലിയത് അള്ളയാണോ പരലോകാണോ, അതല്ല ദുന്യാവിലെ നിങ്ങളെ താൽക്കാലിക ആവശ്യമാണോന്ന് തന്നെ. അതാ പറഞ്ഞു ലാ യുഫ്തനൂൻ, പരീക്ഷണ വിധേയരാക്കപ്പെടാതെ സ്വീകരിക്കുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് പുത്തരിയല്ല. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ സമുദായത്തെയും ഞാൻ കഠിനമായി പരീക്ഷിച്ചിട്ടുണ്ട്. വലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഈ വാദത്തിൽ ഞാൻ വിശ്വസിയാണ്, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ മുഅ്മിനാണ്, സത്യവിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ സത്യം പാലിക്കുന്നവനാര്, കള്ളവാദിയാര് എന്ന് ജനങ്ങൾക്കിടയിൽ ഞാൻ വേർതിരിച്ചിട്ടല്ലാതെ ഒരൊറ്റ കുട്ടിയും സ്വീകരിക്കില്ല. അതിന്റെ ഭാഗം ഇതൊക്കെ. ഇങ്ങനെ പലതും കാണിച്ചിട്ട് ഇളകുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുകയാണ്. നല്ല വഴിയിൽ വരുന്നവന് കഠിനമായ ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും, മറുവശത്ത് പോകുന്നവന് എല്ലാവിധ സുഖങ്ങളും സൗഖ്യങ്ങളും സന്തോഷങ്ങളും. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇടറുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിൽ പെട്ടതാണ് ഈ കള്ളസിദ്ധന്മാരും അതുപോലെ തന്നെ കള്ളദൈവങ്ങളും കള്ളശേഖുമാരും ഒരുപാട് കള്ളവാദികൾ. അവിടെയൊന്നും പതറാൻ പാടില്ല. ഏതിന് നമ്മൾ സമീപിക്കുമ്പോഴും അതിന്റെ മാനദണ്ഡം തഖ്വയായിരിക്കണം. തഖ്വയായിരിക്കണം. ഈ വ്യക്തി, നമ്മൾ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി മുഅ്മിനും മുത്തഖിയുമാണോ, നിങ്ങൾ സമീപിച്ചോളി. അല്ലാഹു അവർ മുഖേന ബറക്കത്ത് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അവർ സബബ് മാത്രമാണ്, തരുന്നവൻ അല്ലാഹു ആണെന്നായിരിക്കണം വിശ്വാസം. അവർ മുഖേന, അവർ മഹാന്മാരായതുകൊണ്ട് അവർ മുഖേന അല്ലാഹു തആല നമ്മളെ കാര്യം സാധിപ്പിച്ചു തരും എന്ന വിശ്വാസപ്രകാരം നിങ്ങൾ പോയിക്കോളി, ഒരു വിരോധമില്ല. ആള് മുത്തഖിയല്ല, പലതും സാധിക്കുന്നുണ്ട്, പലതും നേടാൻ കഴിയുന്നുണ്ട്, പലതും കിട്ടുന്നുണ്ട്, പല കുടുക്കിൽ നിന്നിട്ടും പല ബുദ്ധിമുട്ടിൽ നിന്നിട്ടും രക്ഷപ്പെടുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങൾ പോയി നിങ്ങളെ ഈമാൻ വിറ്റ് കളയണ്ട. തഖ്വയുണ്ടോ,
എങ്കിൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുകയും സമീപിക്കുകയും ചെയ്തോളി. തഖ്വയില്ലേ എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും അതിലൊക്കെ വലിയ അത്ഭുതമുള്ളവനാണ് മസീഹ് ദജ്ജാൽ. അവൻ കാഫിറാണെന്ന് അവന്റെ നെറ്റിയിൽ എഴുതപ്പെട്ടിരിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ദജ്ജാലിങ്ങളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടാവില്ല, മസീഹ് ദജ്ജാലിന്റെ നെറ്റിയിൽ എഴുതിയാണ്. ഈ നെറ്റിയിൽ എഴുതിയതിന്റെ ബാക്കി അങ്ങോട്ട് കൂട്ടി വായിച്ചാൽ മതി. അത് വലിയ ദജ്ജാലാണെങ്കിൽ അതിന്റെ താഴെ ദജ്ജാലാണ്. തഖ്വയും ഈമാനും തന്നെയാണ് മദാർ. അതോടുകൂടി ഉണ്ടാകുന്ന അത്ഭുതങ്ങളൊക്കെ അള്ളാഹു തആല കൊടുക്കുന്ന ബർക്കത്താണ്. അതിനനുസരിച്ച് അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ആദരവിന്റെ പട്ടികയിലാണ്. അതേസമയത്ത് പരീക്ഷണാർത്ഥം അള്ളാഹു തആല കൊടുക്കുന്ന ഇത് അവരുടെ കഴിവാണെന്ന് വിശ്വസിച്ചു പോയാൽ സംഗതി പൊരുത്തപ്പെടുകയും ചെയ്യും. ശിർക്ക് ചെയ്യലും ശിർക്കിനെ സഹായിക്കലും രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി വിരോധിച്ചതിന്റെ ഭാഗമാണ്. ഗുളികനെ ഒതുക്കാനായാലും വേണ്ടില്ല, ബ്രഹ്മരക്ഷസിനെ അകറ്റാൻ വേണ്ടിയായാലും വേണ്ടില്ല. നമ്മളവിടെയൊക്കെ അങ്ങനെയാണ്. നമ്മളവിടെ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞിട്ടൊരു സാധുണ്ട് എന്ന് പറയപ്പെടുന്നു. ഉണ്ടെന്ന് നമുക്ക് പറയല്ല, അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ ശൈത്താൻ ഉണ്ട് എന്ന്. ഈ ശൈത്താന്റെ ഉപദ്രവം ഉള്ളിടത്ത് നമ്മളെ നാട്ടിൽ കാണിട്ട പൂങ്കളമ്പൂരിമാരവിടെ അതിനൊരു ചികിത്സ ഉണ്ട്. അവിടെ പോയി പറഞ്ഞാല് ഒരു മുമ്പ് പറയാം 5 ഉറുപ്യ അല്ലെങ്കിൽ 5 പണം, അപ്പൊ 1 ഉറുപ്യ നേർച്ചയാക്കിയിട്ട് ആർക്കായി ബുദ്ധിമുട്ട് വെച്ചാൽ അതിനെ ഉയിഞ്ഞിട്ടൊരു തുണിയിലാക്കിയിട്ട് കന്നിമൂലക്കര കൗക്കോലുമൂല കെട്ടിവെച്ചാൽ മതി എന്നാ നിൽക്കും. അങ്ങനെ നിന്നിട്ട് പോലും പറയുന്ന നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അവരതിന് ചില പൂജാകർമ്മങ്ങൾ ചെയ്യും. അതോടുകൂടി നമ്മളെ ഈ ബുദ്ധിമുട്ട് തീരും. അതിന്റെ മുമ്പ് വലിയ ബുദ്ധിമുട്ട് നമ്മൾ ചാടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ മുശ്രിക്കായിരിക്കുന്നു. ഇനി രണ്ടാമത് ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി മോമിനായി വരികയും അതിന്റെ ഇടയ്ക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും ഖളാ വീട്ടുകയും ചെയ്യേണ്ടി വരും എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം എന്തായിട്ടുണ്ടാവും, ബ്രഹ്മരക്ഷത്ത് അവിടെ ഒടുങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗുളികൻ ഇപ്പുറത്ത് ഒതുങ്ങിയിട്ടുണ്ടാവും. അത് നമുക്ക് അംഗീകരിക്കാം. അതാണ് മന്ത്രത്തിന്റെ ബാബിൽ പറയുന്നത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പം ഭാര്യ സൈനബന്റെ കൗത്തിലൊരു ചരട്, രണ്ടാളും സഹാബികളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യകാല വിശ്വാസിയാണ്. അതുപോലെ തന്നെ അവരുടെ ഭാര്യ സൈനബ് എന്നവരും വലിയ മഹദിയാണ്. എന്താണ് ഇത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിലും വലിയ ഒരു ഔലിയഞ്ഞ് വേറെ ആരാണ് മദീനത്ത് നിന്നാ മൂപ്പരോട് പറഞ്ഞു. മൂപ്പരും തിരിച്ചു കൊടുത്തൊക്കെയാണെങ്കിൽ മൂപ്പർക്ക് അറിയാലോ. ഇത് പെരയിലൊന്ന് നോക്കുമ്പോ പെമ്പർനോത്തിന്റെ കൗത്തിലൊരു നൂല് ചരട് കെട്ടി കാണാൻ. എന്താ പറഞ്ഞോളെ ഇത് ചോദിച്ചു. അത് ഞാൻ മന്ത്രിച്ചിട്ട് എന്ത് മന്ത്രിച്ചടിയാ? അത് നമ്മളപ്പുറത്തായ ലോകത്തുണ്ടല്ലോ ഒരു യഹൂദി. അപ്പൊ അടുത്ത പെരക്കാരൻ യഹൂദി മൂല്യാരാ, ഓല കൂട്ടത്തിൽപ്പെട്ടൊരു മൂല്യാരം. മൂപ്പരെടുത്ത് പോയി മൂപ്പര് മന്ത്രിച്ചു തന്ന ചരടാണ്. അതിലിങ്ങോട്ട് ദേഷ്യം പിടിച്ചു. ഇന്നക്കും യാ ആല അബ്ദുല്ലാഹ് ശിർക്ക്, അബ്ദുല്ലാഹി മസൂദ് അബ്ദുല്ലാന്റെ കുടുംബാംഗങ്ങള് നിങ്ങൾക്ക് ശിർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി റളിയല്ലാഹു തആല ആ ചരട് പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു. അപ്പൊ പെൺപറഞ്ഞോത്തി ഒരു സംശയം ചോദിച്ചു, നിങ്ങൾ അതൊക്കെ പറഞ്ഞല്ലോ, എന്നാല് ഇതിന്റെ കണ്ണ് തുള്ളിയിട്ട് വയ്യായിരുന്നു. അവർ രോഗമാണല്ലോ, കണ്ണിങ്ങനെ തുള്ള, അവർ പുറത്തിയടാ, കണ്ണ് തുള്ളിയിട്ട് വയ്യായിരുന്നു. ഞാനത് അയാളോട്, ആ യഹൂദി മൂലരോട് പോയി പറഞ്ഞ് അയാൾ ആ ചരട് തിരിച്ചു ചെന്ന് അത് ഞാൻ കൗത്ത് കെട്ടിയതോടുകൂടി എന്റെ കണ്ണ് തുള്ളൊരപ്പം നിന്നു. നമ്മളവിടെ ഇനി ഒരു ചെർമ്മൻ ചെള്ളി ഒരുവിധം സുഖോടൊക്കെ ആണെങ്കിൽ ഈ കള്ളാടിത്തം നിറഞ്ഞിട്ടൊരു രോഗമുണ്ട്, കാലിന് വേദന വരിക, കുരു ഉണ്ടാകുക, അങ്ങനെ പറയരോ. അതിന് ഈ ചെള്ളിന്റെ അടുത്ത് നോക്കാൻ പറഞ്ഞ പാടവള്ളിയാ, ചരട്ടൊന്നും എടുക്കൂല, പാടവള്ളി എന്നിട്ടൊരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളി പറിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ ഇല കണ്ട് ഒഴിവാക്കിയിട്ട് അത് മന്ത്രിച്ചു തരും. ഇതുകൊണ്ട് കെട്ടിയൊക്കെയല്ലോ അപ്പളയാൽ അത് കൊണ്ടുകൊണ്ട് കെട്ടിയ കള്ളാടിത്തണ്ട് ഇറങ്ങും. അതൊരു ഭയങ്കര രോഗമാണ്. അപ്പൊ ചെറുമൻ ചള്ളിന്റെ അടുത്തേക്ക് മന്ത്രിക്കാൻ പോകണോ, ഇത് തന്നെ വേണേ എന്നേക്ക് കണ്ണ് തുള്ളിയിട്ട് വയ്യായിരുന്നു. അപ്പൊ അയാൾ അത് മന്ത്രിച്ചു തന്നപ്പോ എന്റെ കണ്ണ് തുള്ളൽ നിന്നല്ലോ, അതിന് നിങ്ങൾ എന്താ പറയാ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടത്തി, ഇജെന്താ മനസ്സിലാക്കി, ഇവര് ശൈത്താനെ പൂജിക്കുന്നവരാണ്. ഈ ശൈത്താന്മാര് ആ ശൈത്താന്റെ കണ്ണ് കൈയിടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കണ്ണ് ഇങ്ങനെ തുള്ളിയായി. അപ്പൊ ഓനെ പൂജിക്കുന്നു, ഓന്റെ അടുത്ത് പോയിട്ട് ഓൻ മന്ത്രിച്ചു തന്നപ്പോ ഓൻ കൈയിടൽ മാറ്റി. അപ്പൊ എന്റെ കണ്ണ് അതൊന്നും വേണ്ട, ഇന്നക്കും അവനിയാവും ശിർക്ക്, നമുക്ക് ശിർക്കിന്റെ ഒരു ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ, ദിക്ർ, ദുആ, ഇതാണ് മുസ്ലിങ്ങളുടെ മന്ത്രം. ഖുർആൻ കൊണ്ടുവന്നിരിക്കുക, ദുആ കൊണ്ടുവന്നിരിക്കുക, ദിക്ർ കൊണ്ടുവന്നിരിക്കുക, ഇതാണ് മന്ത്രം. ഈ മന്ത്രം ഖുർആനിന്റെ ബർക്കത്ത് അല്ലെങ്കിൽ ദിക്റിന്റെ ബർക്കത്ത് അല്ലെങ്കിൽ ദുആന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കുക. അത് ആദരവിന്റെ പട്ടികയാണ്, ആരാധനയുടെ പട്ടികയല്ല. മറ്റേ പിശാചിനെ പൂജിക്കുന്നവരുടെ വഴിയാണ്, അത് ഷിർക്കിന്റെ പട്ടികയിലാണ്, അത് ഈമാനിൽ പെടൂല, തഅ്ലീമിന്റെ ഭാഗമല്ല. ഇവിടെ
അപ്പൊ അതുകൊണ്ട് ഗുളികനെ ഒതുക്കാൻ വേണ്ടിയിട്ടായാലും വേണ്ടില്ല, ബ്രഹ്മരക്ഷസിനെ ഒതുക്കാൻ വേണ്ടിയിട്ടായാലും വേണ്ടില്ല, കള്ളാടിത്തം ഇറക്കാനായാലും വേണ്ടിയില്ല, എന്തിനായാലും ഷിർക്ക് കുഫർ ചെയ്യുകയോ അത് ചെയ്യുന്നതിനെ സഹായിക്കുകയോ ചെയ്തുകൊണ്ടുള്ള ചികിത്സ ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നു. അത് ചെയ്താൽ കഫറാവും. നമ്മൾ ചെയ്യാതെ ചെയ്യിക്കുകയാണെങ്കിൽ തന്നെ കുഫ്രിയത്തിനെ സഹായിക്കലാണ്, പേടിക്കേണ്ടതാണ് ഈമാനിന്റെ പേരിൽ. അവിടെ നടത്തുന്ന പണിക്കരടുത്ത് സമീപിക്കുക ഒക്കെ നമ്മളാളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് എല്ലാ വിഭാഗക്കാരും ചെയ്യുന്നുണ്ട്. സുന്നികൾ മാത്രമാണെന്ന് വിചാരിക്കണ്ട. മനുഷ്യനാണോ ചെയ്യും. നമ്മളെ കൊണ്ടോട്ടി തന്നെ ഉണ്ടല്ലോ, ഒരു കടുത്ത ഒരു മുജാഹിദ് കുടുംബമായിരുന്നു. ഇയാളൊരു മാന്യനായ വ്യക്തിയാണ്. ഇയാളെ കുടുംബം ഒന്നായിട്ട് നല്ല മുജാഹിദീങ്ങളാ. അതിന്റെ ഇടയ്ക്ക് 2 പെണ്ണുങ്ങൾക്ക് പെരയിൽ ഒന്നിച്ച് വരാന്തായി. പല ചികിത്സയും ചെയ്തിട്ട് ഒരു മാറ്റവും കിട്ടണില്ല. അവസാനം ഇപ്പം പുലാമന്തോള് മരിച്ചു കിടക്കണേ ഒരു കോയാക്കുണ്ടല്ലോ, ചക്കാത്ത് വീട്ടിലെ അഹമ്മദ് കോയ എന്ന് വെച്ചാൽ പറയും. ചക്കാത്ത് വീട്ടിലെ കോയ. ഈ ചക്കാത്ത് വീട്ടിലെ കോയാക്ക ചികിത്സയിൽ വലിയ പ്രസിദ്ധനായിരുന്നു. അത് ഇതുപോലെ തന്നെ തക്കവല്ലാത്ത ചികിത്സയാണ്, നോട്ടിക്കോളിങ്ങൾ. ഏതായാലും ചികിത്സയിൽ വലിയ വിദഗ്ധനായിരുന്നു. അയാള് സമീപിച്ചപ്പം അയാൾ പറഞ്ഞു, രോഗം ഞാൻ മാറ്റിത്തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു കൊടി കയറ്റണം. കൊണ്ടോട്ടി പോലത്തെ കൊടി പോലത്തെ ഒരു കൊടി ഉണ്ട് ഇയാൾക്ക്. ഈ കൊടി കയറ്റണം മുറ്റത്ത്. മുന്നിൽ ഒരു മതിലേ ഉള്ളൂ, മറ്റേ റോഡാ. മുറ്റത്ത് കൊടി കയറ്റിയാൽ എന്തായാലും റോട്ടിൽ പോകണം, എല്ലാവരും കാണും. എന്താ മൂപ്പരവിടെ ഒരു പുതിയ കൊടി എന്ന് എല്ലാവരും അന്വേഷിക്കും. അല്ല, 1-ാം മുജാഹിദുകാരനാണ്. അതിന്റെ പുറമെ തുടർച്ചയായിട്ട് 7 ദിവസം കുത്തുബിയത്തും കഴിക്കണം എന്നാ രോഗം മാറും. എന്താ കാട്ട് ഇയാൾക്ക്. അപ്പൊ അതൊന്നുമല്ല വിഷയം. നമ്മളൊക്കെ അതന്നെ കാണാം, നമ്മളൊക്കെ അതന്നെ അവസ്ഥ. അതായത് അയാൾക്കിപ്പോ അവിടെ കൊടി കുത്തിയാലുണ്ടാകുന്ന നാണക്കേടോ അതല്ലെങ്കിൽ കുത്തുബിയത്ത് കഴിച്ചാലുണ്ടാകുന്ന ഈ ആദർശ വ്യതിയാനോ ഇതൊന്നും അയാളെ ബാധിച്ചിട്ടില്ല. അയാളുടെ ഒരു മകളും അയാളെ ഭാര്യയും 2 പിരാന്താണ്. ഈ പിരാന്ത് മാറിക്കിട്ടണം. അതാണ് ഇപ്പൊ അയാളുടെ മുന്നിലുള്ള വേഗം. അതനുസരിച്ച് ഇയാൾ പതാക കൊണ്ടുവന്ന് കുത്തി, അപ്പൊ കുറഞ്ഞു ഭ്രാന്ത്. ഈ പതാകയാണ് കുത്തിയതോടുകൂടി ഭ്രാന്ത് കുറഞ്ഞു. ഈ 7 ദിവസം തുടർച്ചയായിട്ട് കുത്തുബിയത്തിയല്ലേ, അതിന്റെ ഇടയ്ക്ക് ചില മന്ത്രങ്ങളും ചികിത്സകളും ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് 2 ഒരു പ്രശ്നമില്ല. പിന്നെ അയാൾ ആ മുജാഹിദൊക്കെ വിട്ടു, ഇയാളൊരു മുരീദായി. പണ്ടൊരാള് പറഞ്ഞേക്ക് മുരിക്കുമെന്ന് ഇറങ്ങിയിട്ട് മുള്ളിലെത്തുമ്പോ കയറിയ കായ് മാത്രം, വേറെ ഉണ്ടല്ലോ. മുരിക്കുമ്പോ അതിന് കയറി ഉണ്ടായിന്, അതിന് മുള്ളാണ്. പക്ഷെ മുള്ളിലത്തിന് അതിലും വലിയ ഇതാ. മുരിക്കുമെന്ന് ഇറങ്ങിയിട്ട് പിന്നെ എവിടുക്കാ കയറിയത്? മുള്ളിയിലെത്തുമ്പക്ക്. മുള്ളിയിലത്തിന് വലിയ മുള്ളിക്കാരോ, മറ്റിന് ചെറിയ മുള്ള. ഒന്ന് വിധേയത്തിലേനി, ഇപ്പൊ തനി കുഫ്രിയത്ത് പോയി മാത്രം, വേറൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളെ ചികിത്സകരുടെ ഒക്കെ അവസ്ഥ. നമുക്ക് തൽക്കാലം കാര്യമാണ് സലാമത്തായി കിട്ടണം, അതിന്റെ അപ്പുറമൊന്നും നമ്മൾ ചിന്തിക്കൂല. പക്ഷെ അവൾ പറ്റൂല. ചില രോഗം മാറാൻ അതേ വഴിയുള്ളൂ. എന്നാ രോഗം മാറ്റാൻ അള്ള ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വെച്ചോളി. നിങ്ങൾ പരലോകത്തിൽ അള്ളാഹു തആല ഉന്നതമായ ഒരു പദവി തരാൻ കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ പരീക്ഷണം തന്നത്. അതിൽ നിങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും ഹലാലായ മാർഗത്തിൽ അള്ളാഹ് അനുവദിച്ച വഴിയിലൊക്കെ ചികിത്സിക്കുകയും ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് എനിക്ക് ദുന്യാവിലും ആഖിറത്തിലും ഞാൻ ഉദ്ദേശിക്കാത്ത അറിയാത്ത വേറെ ഹൈർ വെച്ചിട്ടുണ്ടാവും എന്നുള്ള നിലയ്ക്ക് ക്ഷമിക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. അള്ളാഹിന്റെ റസൂലും ദീനും നമ്മളെ പഠിപ്പിച്ചത്. അതല്ലാതെ എന്തായാലും വേണ്ടില്ല ഇതങ്ങോട്ട് മാറിക്കിട്ടിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ 2ാമത് ഷഹാദത്തിൽ വലിയ മുസ്ലിമാ എന്നൊന്നും പറഞ്ഞാൽ നരകത്തുനിന്ന് കേറിപ്പോരാൻ കൂടൂല. ചിലരോ സങ്കടം അതല്ല. ചില മൂജാമാര്, ചില തങ്ങന്മാര്, അവരൊന്നും ഞാൻ ചെറുതാക്കി കാണില്ല. അവര് തന്നെ പോയാൽ പറയാണ്, ഇത് നമ്മളടുത്തൊന്നും ചെയ്യാൻ കഴിയൂല, നമ്മൾ ചെയ്താൽ പിടിച്ചാൽ കിട്ടൂല, നിങ്ങളെ നമ്പൂരിന്റെ അടുത്ത് പോയി നോക്കി, അല്ലെങ്കിൽ ആ പണിക്കരടുത്തൊന്ന് പോയി നോക്കി, അല്ലെങ്കിൽ ആ പൂങ്കള നമ്പൂരിന്റെ അടുത്തൊന്ന് ചെന്ന് നോക്കി എന്ന് പറഞ്ഞു വിടുക. ഇത് നമ്മളൊന്നും ചികിത്സ ഇങ്ങക്കുണ്ടോ വല്ല കഥ? അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈമാനുള്ള ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതാൽ ഒതുങ്ങാത്ത ഒരു ശൈത്താനെ അല്ലാഹു തആല പടച്ചിട്ടില്ല. അങ്ങനെ ഒരു ശൈത്താനെ അല്ലാഹു തആല പടച്ചിട്ടില്ല. പറഞ്ഞേക്ക് അതിന് ഇസ്രായേലിയാത്തല്ല, ചരിത്രത്തിൽപ്പെട്ടതാണ്. ഈജിപ്തില് ഒരു പ്രസിദ്ധമായ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, ടൗണിൽ തന്നെ. നല്ലൊരു ബിൽഡിങ്, എല്ലാ സൗകര്യവും ഉണ്ട്, വാടക കെട്ടിട. പക്ഷെ ആരും അതിൽ വാടക എടുത്ത് ജീവിക്കലില്ല. ഒരു രാത്രി അവിടെ താമസിച്ചാൽ രാവിലെ മയ്യത്താട്ടുക. അതുകൊണ്ട്
അവിടെ ആരും വാടകയ്ക്ക് എടുക്കാതെ എല്ലാവർക്കും പേടിയായി.